എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ വരുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേനലവധി കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിൻ്റെ കാഠിന്യത്തെ നമുക്കൊരു നാച്ചുറൽ വേയിൽ എങ്ങനെ നമുക്കൊന്ന് ലഘൂകരിക്കാം എന്നുള്ള കാര്യത്തിലേക്കാണ്. പലപ്പോഴും ഡീഹൈഡ്രേഷൻ മൂലം പല ശാരീരിക അസ്വസ്ഥതകളും സംഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ. നമുക്ക് ദാഹം അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യാറില്ല പലർക്കും. അതുകൊണ്ട് തന്നെ ബോധപൂർവം നമ്മൾ വെള്ളം കുടിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ശ്രമം ഉണ്ടാവണം. ബോധപൂർവം വെള്ളം കുടിക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുക. പരമാവധി വാഹനത്തിൽ പോകുമ്പോൾ സാധാരണ ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കരുത്. പകരം ഫ്ലാസ്ക് പോലുള്ള, കാരണം ഈ ചൂട് കാലത്ത് അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ അംശം നോർമലി തന്നെ കുറേ വെക്കുമ്പോൾ വെള്ളത്തിൽ കലരുന്നതാണ് പറയുന്നത്. അപ്പോൾ ചൂടടിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കണ്ടന്റ് ഈ വെള്ളത്തിൽ അധികമാവാനും അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിനും കാരണമാകും. അതുകൊണ്ട് നമുക്ക് ഫ്ലാസ്ക് പോലുള്ളതിൽ വെച്ചിട്ട് നല്ല കൂൾ ചെയ്ത വെള്ളം വെക്കുക. ഇനി കൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം നമ്മൾ അതേപടി കുടിച്ചാൽ എന്താണ് പ്രശ്നം? കാരണം നമ്മുടെ ശരീരത്തിലേക്ക്, ആമാശയത്തിലേക്ക് നല്ല തണുത്ത, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലുള്ള, വളരെ കുറയ്ക്കുന്ന, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന തരത്തിലുള്ള തണുപ്പ് കൊടുക്കുന്ന സമയം അത് ദഹനത്തിനെ മന്ദഗതിയിലാക്കുന്നുണ്ട്. ആ ദഹനത്തിന് ശരിക്കും ബാധിക്കുന്നുണ്ട്. കുടലിൻ്റെ മൂവ്മെൻറ്റ്സിന്, പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ്സിന് വരെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അമിതമായ തണുപ്പ്, നമ്മൾ പലപ്പോഴും അമിതമായ തണുപ്പും ചൂടും പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും ഫ്രിഡ്ജിൽ വെച്ച് അമിതമായ തണുപ്പ് കുടിക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട്. അപ്പോൾ അത്ര നല്ലതല്ല. മറിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ പുറത്ത് പാത്രത്തിലൊക്കെ ചൂടുകാലത്ത് വെള്ളം വെക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു രുചി കുറയുന്നതായിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ കൂജയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. മൺകൂജ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൺകൂജ, ആ മൺകൂജയിൽ വെള്ളം നിറച്ചു വെച്ചാൽ ആ വെള്ളത്തിന് ഒരു നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ടാവും. അത്തരം വെള്ളം ഫ്ലാസ്കുകളിലാക്കി വണ്ടിയിൽ വെക്കുകയും യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ വെക്കുകയും, ഇനി ഓഫീസിലിരിക്കുകയാണെങ്കിൽ ഓഫീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കാണുന്നിടത്തിൽ, നമ്മൾ കൈയെത്തുന്ന ദൂരത്ത്, എഴുന്നേറ്റ് പോകാൻ പറ്റാതെ കൈയെത്തുന്ന ദൂരത്തിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ തണുപ്പ് കുറച്ചും കൂടി കൂട്ടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കൂജ വലിയ കൂജയാണെങ്കിൽ ആ കൂജേൻ്റെ അകത്ത് കുറച്ച് രാമച്ചോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കൂജയിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ആ വെള്ളത്തിന് തണുപ്പ് കൂട്ടാന്ന് മാത്രമല്ല, നല്ല സ്വാദ് ഫീൽ ചെയ്യുകയും ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ കുടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അമിതമായിട്ടുള്ള ഈ വിയർപ്പൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള സോഡിയം ക്ലോറൈഡ് വിയർപ്പിൽ നിന്ന് എക്സസ് ആയിട്ട് നന്നായിട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നാരങ്ങ നീര് പിഴിഞ്ഞ് സ്വല്പം ഉപ്പൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം മിനറൽസ് ഉള്ള തേൻ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തേൻ വെള്ളം കുടിക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടണം എന്നാണ് ആദ്യം പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ 70% ജലമാണ്. അപ്പോൾ നന്നായിട്ട് ശരീരത്തിൽ ജലം കുറയുന്ന ഒരു സമയമാണ് ചൂട് കാലം. അതുകൊണ്ടാണ് വെള്ളത്തെക്കുറിച്ച് തന്നെ ആദ്യം പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ ബോട്ടലിൽ വെള്ളം പലപ്പോഴും ഇങ്ങനെ നേരെ ഒഴിച്ച് ഇങ്ങനെ കുടിക്കുന്നവരുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് സാവധാനം വെള്ളം കുടിക്കുന്ന രീതിയാണ് നമുക്ക് നല്ലത്. കുറച്ച് ഫാസ്റ്റായിട്ട് വെള്ളം കുടിക്കാതെ നമ്മൾ തൊണ്ടയും നാക്കും ഒക്കെ അറിഞ്ഞ് വളരെ പതുക്കെ വെള്ളം കുടിക്കുന്ന രീതി ചെയ്യാം. ഓക്കെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, ജലാംശം കൂടിയ ഫ്രൂട്ട്സുകൾ, വത്തക്ക, ഷമാമ്, അതുപോലെ ജലാംശം കൂടിയ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഫ്രൂട്ട്സ് ഒരിക്കലും കുക്ക് ചെയ്ത ഫുഡിൻ്റെ കൂടെ കഴിക്കാതെ ഒരു നേരം ഫ്രൂട്ട്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. രാത്രി ഫ്രൂട്ട്സ് മാത്രമൊക്കെ കഴിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടും, നന്നായിട്ട് ഉറങ്ങാനും സാധിക്കും. അത് ശീലമില്ലാത്തവർക്ക് ചെറിയ അസ്വസ്ഥത ആദ്യം ഉണ്ടാക്കിയാൽ, പക്ഷേ ചൂടിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു നേരം വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം, പ്രകൃതി അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ജലാംശം കൂടിയ ഭക്ഷണങ്ങൾ ആക്കി മാറ്റാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സുകളാക്കുക, അല്ലെങ്കിൽ നമുക്ക് സാലഡും കഴിക്കാൻ പറ്റും. കക്കിരി, ക്യാരറ്റൊക്കെ ചേർത്ത്
നല്ലൊരു സാലഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് അങ്ങനെ നല്ലൊരു സാലഡ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കുക. ഒരു നേരം കുക്ക് ചെയ്യാത്ത ഫുഡ് കഴിക്കുന്നത് ചൂടിൻ്റെ കാഠിന്യത്തെ പ്രതിരോധിക്കാൻ നമുക്ക് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് കൂടെ നമുക്ക് എന്തൊക്കെ മാറ്റാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം അതുകൂടി പറയേണ്ട അത്യാവശ്യമാണല്ലോ. അപ്പം എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനം, നമ്മൾ വെള്ളം എന്ന പേരിൽ നമ്മൾ ചായയും കാപ്പിയൊക്കെ വല്ലാതെ കുടിച്ചളയും അല്ലേ. അപ്പോൾ ചായ കാപ്പീൻ്റെ അളവ് കുറയ്ക്കണം, പ്രത്യേകിച്ച് ചൂട് കാലം കുറയ്ക്കണം അല്ലേ. അതായത് ഈ കഫീനും അതേപോലെ ടാനിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഒക്കെ നമുക്ക് ബോഡിയിൽ അമിത ജലാംശത്തെ ആമാശയത്തിലേക്ക് വലിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചായ കാപ്പി, ഒരു കപ്പ് ചായ കുടിച്ചാൽ അതിൽ നിന്ന് ദഹന വിധേയമാക്കണമെങ്കിൽ ഒരുപാട് ജലത്തെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ചായ കാപ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പരമാവധി ചായ കാപ്പിയുടെ അളവെല്ലാം കുറയ്ക്കുക. അതുപോലെ കൃത്രിമ ആഹാരങ്ങളും പാനീയങ്ങളും, പ്രത്യേകിച്ചും നമുക്കറിയാം കെമിക്കൽ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും അതുപോലെ ബിസ്ക്കറ്റ്, അതുപോലെ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചിപ്സുകൾ, എണ്ണക്കടികൾ, ഇത്തരം വസ്തുക്കളൊക്കെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജലത്തിൻ്റെ ആവശ്യം ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ശരീരത്തിൽ ഈ ജലം കുറയുന്ന സമയത്ത് ഇത്തരം കൂടുതൽ ജലാംശം ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരം വസ്തുക്കൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ്, എരിവ്, പുളി ഇത് കൂടാതിരിക്കുക. ഇത് കൂടാതിരിക്കുന്നത് ഈ ഉപ്പ്, എരിവ്, പുളിയൊക്കെ തന്നെ നമ്മളെ ദഹനത്തിനെ കുറച്ച് മന്ദഗതിയിലാക്കാനും, ആഹാരത്തിൻ്റെ കൂടെ അമിതമായി വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ആഹാരം കഴിഞ്ഞിട്ട് കുടിക്കുക, അല്ലെ അതിന് മുമ്പ് നന്നായിട്ട് കഴിക്കുക, അതൊക്കെയാണ് നല്ലത്. ആഹാരത്തിന് മുമ്പ് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 40-45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ വലിയ തെറ്റില്ല. കൂടെ കുടിക്കുമ്പോഴും എന്താ ദഹനം കുറച്ച് മന്ദഗതിയിലാവും. അപ്പൊ ദഹനത്തിന് മന്ദത ഉണ്ടാക്കുന്ന ഏതൊരു കാര്യവും എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ആ ചൂട് ഉഷ്ണകാലത്ത് നമുക്ക് ഗുണകരമായിട്ടല്ല വരിക, ദോഷകരമായിട്ടാണ് വരിക. അതുപോലെ തന്നെ ഫുഡിന്റെ ചേരാത്ത ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുന്നത് പ്രശ്നമാണ്. എല്ലാ ഭക്ഷണങ്ങളും ഒരേ സമയം ദഹിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ആമാശയത്തിനില്ല എന്ന് പല വീഡിയോകളും എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അതൊരു പ്രധാന വിഷയമാണ്. അപ്പോൾ ചേരുവ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഈസി ഡൈജഷൻ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ സാവധാനം നന്നായി ചവച്ചരച്ച് കഴിക്കാമെങ്കിൽ നമ്മുടെ വയറ് കുറേ കൂടി കംഫർട്ടബിൾ ആവും. അപ്പോൾ നമ്മൾ പിന്നെ ഒരു നേരം, മറ്റൊരു കാര്യം, ഈ 3 നേരം ഭക്ഷണത്തിൽ നമ്മൾ 2 നേരം സ്റ്റാർച്ച് കൂടുന്നത് ചൂട് അധികരിക്കും. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡക്ഷൻ കുറഞ്ഞതും അതേപോലെ തന്നെ ഗ്ലൂട്ടൻ കണ്ടന്റ് കുറഞ്ഞതുമായിട്ടുള്ള, ഗ്ലൈസമിക് ഇൻഡക്ഷനും ഗ്ലൂട്ടൻ കണ്ടന്റ് കുറഞ്ഞതുമായിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക. അതെന്ത് മില്ലറ്റ്സ് ആണ്. അപ്പോൾ മില്ലറ്റ്സ് ഇന്ന് 9 തരം മില്ലറ്റ്സ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മില്ലറ്റ്സ് കൊണ്ട് രാത്രി കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾ മസാല ഇല്ല, അവിടെ എന്താ പറയുക, സ്റ്റാർച്ച് ഇല്ല, ഗ്ലൂട്ടൺ ഇല്ല, നമുക്ക് എന്തുകൊണ്ട് ശരീരത്തിന് ചൂട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചൂട് കാലത്ത് എൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് ചെയ്യേണ്ട രീതികൾ, ഒരു നേരം സ്റ്റാർച്ച് കഴിക്കുക, ഒരു നേരം ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ വേവിക്കാത്ത സാലഡുകൾ കഴിക്കുക, ഒരു നേരം നമ്മൾ എന്ത് ചെയ്യുക, ഈ മില്ലറ്റ്സ് കഴിക്കുക. മില്ലറ്റ്സിന് കഞ്ഞിയായിരിക്കും ഏറ്റവും നന്നാവുക. എന്തുകൊണ്ട്, നമ്മൾ ഉപ്പുമാവെല്ലാം വെച്ച് കഴിക്കുമ്പോഴോ അല്ലെ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോഴോ ഒക്കെ ചൂട് കാലത്ത് അതിൽ നമുക്ക് വീണ്ടും ദാഹം കൂടാൻ സാധ്യത വരികയാണ്. അപ്പോൾ ആ ദാഹം കൂടാനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വെച്ച് ജലാംശം കൂടുതലുണ്ടാവും, അങ്ങനെ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഈ രീതിക്കുള്ള ഒരു ആഹാര രീതിയാണെങ്കിൽ നമുക്ക് എന്താണ്, കുറെ കൂടി നല്ലതായിട്ട് നമുക്ക് ആ ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ AC ഉപയോഗിക്കുന്നവരാണെന്ന് വിചാരിക്കുക. AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ പകൽ സമയം നിങ്ങൾ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കി ഇടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പകൽ സമയം വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കി ഇടുക, എന്നിട്ട് സന്ധ്യ ആവുന്നതിന് മുന്നേ അടച്ചു വെച്ചേക്കണം. എന്നിട്ട് AC ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പകൽ സമയമൊക്കെ അടച്ചു കൂട്ടിയ റൂമിൽ AC ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ശുദ്ധവായു ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ AC ഉപയോഗിക്കാത്തവരാണെങ്കിലോ ഒരു ജനലെങ്കിലും 1-2 ജനൽപ്പാളികളെല്ലാം തുറന്നിട്ടേക്കുക. കാരണം പുറത്തുനിന്നുള്ള കാറ്റ് നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ ക്ഷീണം വർദ്ധിക്കും. നമ്മൾ എല്ലാ ജനാലുകളെല്ലാം അടച്ചിട്ടിട്ട്
റൂമിൻ്റെ അകത്ത് ഫുൾ സ്പീഡ് ഇട്ടിട്ട് ഫുൾ സ്പീഡിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിലെ ജലാംശം നന്നായി കുറയും. ചിലപ്പോൾ നിങ്ങൾക്ക് മസിൽ പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പലർക്കും ഫാൻ ഇട്ട് കിടന്നാൽ പലർക്കും അനുഭവം ഉണ്ടത്. കാലിൻ്റെ മസിൽ പിടിക്കുക, മസിൽ ക്രാമ്പ് വരിക, അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ചിലർക്ക് മസിൽ പെയിൻ വരെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ പറ്റുന്നിടത്തിലൊക്കെ പരമാവധി ശുദ്ധവായുവിനെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശുദ്ധവായു വളരെ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ സമയത്ത് ചൂട് സമയത്ത് നമ്മൾ ശുദ്ധവായു കിട്ടാതെ അടച്ചിട്ട് റൂമിലാകുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കോട്ടൺ ഡ്രസ്സ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എന്താ പറയുക, ചൂട് കാരണം പൂർണ്ണമായിട്ടും നഗ്നമായിട്ട് കിടക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? അപ്പോൾ നഗ്നത ശരിക്കും നമ്മൾ പറയാറുണ്ട്, എന്താ പറയുക, ഒന്നുമില്ലാതെ കിടക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതിനൊരു പ്രയാസം വരുന്നത് ജലാംശം കൂടുതൽ കുറയും എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് അങ്ങനെ കിടക്കുന്നതിൽ വലിയ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ലൈറ്റായിട്ടുള്ള കോട്ടൺ ഡ്രസ്സെങ്കിലും ധരിച്ചിട്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്ത് അറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ക്ഷീണവും പ്രയാസവും നമ്മൾ അറിയുക. അതുകൊണ്ട് ഇനി നമ്മൾക്ക് മാത്രം ചൂടകന്നാൽ മതിയോ? നമുക്ക് മാത്രം ചൂട് മാറി കിട്ടിയാൽ മതിയോ? ഈ ചൂട് കാലത്ത് വെള്ളം കിട്ടാതെ ഒരുപാട് കിളികളൊക്കെ ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക പ്രയാസപ്പെട്ട് എന്താ പറയുക ചത്തു വീഴുന്ന സമയം വരെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് കിളികളൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ടാവും ജലാംശത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. കാരണം നമുക്കത് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. കുറച്ച് വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. പല കിളികളും കാക്കകളും ഒക്കെ വന്ന് കുടിക്കട്ടെ. അവരും വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ചൂടിൻ്റെ കാഠിന്യത്തിൽ നമുക്ക് അവരെ കൂടെ ഒന്ന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ വേനൽക്കാലത്തെ ചൂടിൻ്റെ കാഠിന്യത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.